നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മഹിക്ക് ആപത്തൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ചെയ്തവന്മാരെ നമുക്ക് ഇപ്പൊ തന്നെ പിടിക്കായിരുന്നു. ആരെയും പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് എന്നെ മഹാഭാഗ്യം. ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ കാരണം ഗംഗയാണ്. അവൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഗംഗേ, മഹേട്ടൻ പേടിക്കണ്ട, മഹിക്കൊന്നും സംഭവിക്കില്ല. നമ്മൾ കൃത്യസമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ. നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് വന്ന കാര്യം ഗംഗ വീട്ടിൽ അറിയിച്ചോ? ഇല്ല. ദാ ഇപ്പൊ തന്നെ വീട്ടിൽ വിളിച്ചു പറ. ഹലോ ഹലോ ആന്റി, ഞാൻ ഗംഗയാ. ഹലോ ഗംഗേ, അവിടുന്ന് ഒരു വിവരം അറിയാതെ ഞങ്ങൾ എല്ലാവരും വലിയ ടെൻഷനിലാ. എന്താ എന്താ അവിടെ സംഭവിച്ചത്? അത് വലിയൊരു അപകടം സംഭവിച്ചു. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാ. ആന്റി, മഹിയേട്ടൻ. അയ്യോ, മഹിക്ക് എന്ത് പറ്റി? മഹിക്ക് എന്താ പറ്റിയത്? ആന്റി, നിങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് ഇങ്ങോട്ട് വരുമോ? ആ ശരി, ഞാൻ ഉടനെ വരാം. ശരി ആന്റി. രാഹുൽ, ശ്രേയ, ആന്റി, എന്താ ആന്റി, എന്താ പറ്റിയ? കുട്ടികളെ രക്ഷിക്കുന്നതിനിടയിൽ മഹിക്ക് പരിക്ക് പറ്റി ആശുപത്രിയിലാണെന്ന്. നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോണം. അതെങ്ങനെയാ മഹേട്ടന് പരിക്ക് പറ്റിയ? വണ്ടിയിലുണ്ടായിരുന്നത് ഗംഗയും മാളും രേഷ്മയല്ലേ? അതെ, പക്ഷെ വണ്ടി ഒരു താഴ്ചയിലേക്ക് മറിയുന്ന അവസ്ഥയിലേക്ക് നിന്നുപോയി. ആ സമയം അവരെല്ലാവരും ചേർന്ന് കുട്ടികളെ രക്ഷിക്കുമ്പോഴാ മഹിക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞത്. അപകടം എന്ന് പറഞ്ഞാ വലിയ രീതിയിൽ മഹിയേട്ടന് പരിക്ക് പറ്റിയോ? ഗംഗയെ വിളിച്ചത്, അവള് കരയാ. അപകടത്തിന്റെ ഡീറ്റെയിൽസും മഹിയുടെ കാര്യവും കൃത്യമായി അറിയണമെങ്കിൽ അവിടെ ചെന്നിട്ടേ കാര്യമുള്ളൂ. എന്നാലും മഹിയേട്ടന് എങ്ങനെ അപകടം പറ്റിയെന്നാ മനസ്സിലാവാത്തത്? ഗംഗയല്ലേ പറഞ്ഞത്, ചെന്ന് കണ്ടാലേ സത്യം അറിയൂ. അതെ, മഹേട്ടന്റെ കൈയൊന്നും മുറിഞ്ഞാ പോലും ഗംഗ അത് ഓവറായിട്ടേ പറയുള്ളൂ. അത് ഗംഗയ്ക്ക് മഹിയേട്ടനോടുള്ള സ്നേഹക്കൂടുതലുണ്ട്. അതൊന്നുമല്ല, അവള് വെറുതെ എല്ലാവരുടെയും മുന്നിൽ ആളാവാൻ ഷോ കാണിക്കുന്നതാ. ഈ പ്രശ്നം എല്ലാം ഉണ്ടാവാൻ കാരണക്കാരി അവൾ ഒരുത്തിയാ. അല്ലെങ്കിൽ ഇതെല്ലാം ഏതോ ഒരു വാർത്ത കാണുന്ന ലാഘവത്തില് നമ്മൾ കണ്ടു തീർക്കേണ്ട കാര്യം മാത്രമായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞതാ ഈ പരിപാടിക്ക് പോണ്ടാന്ന്. അപ്പൊ അവൾക്കായിരുന്നു പോയേ തീരുന്ന് വാശി. അതിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവരെങ്ങനെ അറിയാനാ? ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേ ശകുനപ്പിഴകളുടെ ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു. അത് മതിയല്ലോ പോകരുതെന്ന് മനസ്സിലാക്കാൻ. എന്താ എന്താ എല്ലാരും വലിയ ടെൻഷനില്? മഹിയേട്ടന് അപകടം പറ്റി ആശുപത്രിയിലാണെന്നമ്മേ. അയ്യോ, എന്നിട്ട് നിങ്ങൾ എന്താ ആശുപത്രിയിൽ പോകാതെ നിൽക്കുന്നേ? ഞങ്ങൾ ഇറങ്ങുക. എന്നാ ഞാനും വരാം. നാത്തൂന് ഇവിടെ നിക്ക, ഞാനും ശ്രേയയും വിശ്വട്ടിനും കൂടി പോവാം. ചെന്നിട്ട് ഞങ്ങൾ എന്താ അവസ്ഥയെന്ന് വിളിച്ചു പറയാം. എന്തായാലും ഇനി താമസിക്കണ്ട, നിങ്ങൾ ഇറങ്ങ, ഞാൻ അച്ഛനെ വിളിച്ചു പറയാം. ശരി. മഹിയുടെ പരിക്ക് വലുതാണെങ്കിൽ അവൻ ഇതോടെ അങ്ങ് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഒരു ശല്യം വലിയ പ്രയാസമൊന്നുമില്ലാതെ അങ്ങ് തീർന്നേനെ. അത്രയും കുഞ്ഞുങ്ങളെയും മാളുവിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രീ മഹേശ്വരൻ അതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചതാവും. അല്ലാതെ
ഞാൻ എങ്ങനെയാ വണ്ടി ഓടിച്ചെന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. എന്തായാലും അവരെല്ലാരെയും രക്ഷിക്കാൻ സാധിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. ഗംഗ പറഞ്ഞതുപോലെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് കരുതിയാൽ മതി. അത്തരം ഒരു സിറ്റുവേഷനിൽ ഗംഗയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ. ഡ്രൈവർ തളർന്നു വീണപ്പോ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന എനിക്ക് പോലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഒന്നും അറിയില്ലെങ്കിലും ഗംഗ മനസ്സിന്റെ ധൈര്യം കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു, എല്ലാരും രക്ഷിച്ചു. ഇത്രയൊക്കെ ചെയ്തു വെച്ചവൻ ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. അവനങ്ങനെ എന്നേക്കുമായി രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റില്ല. അവനെ പോലീസ് പൊക്കിയിരിക്കും. കേരള പോലീസിന്റെ പവറിനെ കുറിച്ചും കഴിവിനെ കുറിച്ചും ആർക്കും അങ്ങനെ സംശയമൊന്നും വേണ്ട. ഗംഗ, ഇത്രയൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്ത് നീ ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ? ഇനി ഇവിടെ നിന്ന് വയ്യായിക കൂട്ടണ്ട. എന്റെ ഒപ്പം പോരും, ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. മഹിയേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇവിടെ കിടക്കുമ്പോ ഞാൻ എങ്ങനെ വരാനാ? ഞാൻ വരുന്നില്ല. മഹിയെ നോക്കാൻ ഇവിടെ ഇത്രയും പേരുണ്ട്. പോരാത്തതിന് ഡോക്ടേഴ്സും സിസ്റ്റർമാരും ഉണ്ട്. ഇവിടെ വെറുതെ നിന്നതുകൊണ്ട് ക്ഷീണം കൂട്ടാന്നല്ലാതെ ഒരു കാര്യവുമില്ല. ഞാൻ പറയുന്ന ഗംഗ അനുസരിക്കുക. എന്റെ ഒപ്പം വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. ഗംഗ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ വീണ്ടും വീണ്ടും നിങ്ങൾ നിർബന്ധിക്കുന്നത്? നിങ്ങൾക്ക് പോണെങ്കിൽ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. ഗംഗ എങ്ങോട്ടും വരുന്നില്ല. ഞാനീ പറയുന്നതൊക്കെ ഗംഗയുടെ നന്മയ്ക്ക് വേണ്ടിയാ മോളെ. എനിക്ക് ക്ഷീണമോ വയ്യായികയോ ഒന്നുമില്ല. മഹിയേട്ടൻ ഇങ്ങനെ ഒരു അപകടം പറ്റിയതിന്റെ സങ്കടം മാത്രമേ ഉള്ളൂ. മഹിയേട്ടൻ വരാതെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും ഇല്ല. നകുൽ ഇനി ഗംഗയെ നിർബന്ധിക്കണ്ട. ഗംഗ ഇവിടെ തന്നെ നിന്നോട്ടെ. അതെ, വീട്ടിലെല്ലാവരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടാവും. ഈ സമയത്ത് അങ്ങോട്ട് ചെന്നാൽ അവിടെ ആരും ഉണ്ടാകാൻ പോകുന്നില്ല. ആ, എന്നാ ഞാൻ മാളുവിനെ വീട്ടിൽ കൊണ്ടാക്കാം. നിങ്ങൾക്ക് പോണെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? ആരെങ്കിലും കൊണ്ടേ പോകുള്ളൂന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? ഗംഗ ഞാനും അച്ഛനില്ലാതെ എങ്ങോട്ടും വരില്ല. എല്ലാരും ഇപ്പൊ ഇവിടേക്ക് വരുമല്ലോ. മാളു ഇവിടെ തന്നെ നിന്നോട്ടെ. മാളും എല്ലാം കണ്ട് ഭയന്നിട്ടുണ്ടാവില്ലേ? അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്റെ കൂടെ ഗംഗയുണ്ടായിരുന്നു. എന്നെ രക്ഷിക്കാൻ അച്ഛനും കൃത്യസമയത്ത് അവിടെ വന്നു. പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നേ? ഗംഗ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പേടിയും ഇല്ല. എന്നാലും ഈ കുഞ്ഞുങ്ങൾ കയറുന്ന ബസ്സിൽ ബോംബ് വെക്കാൻ ഇവർക്ക് മനസ്സ് വന്നത് എങ്ങനെയാന്നാ? തീവ്രവാദിയായാലും എന്ത് വാദിയായാലും ഇവനൊക്കെ കുറച്ചെങ്കിലും മനസാക്ഷി വേണ്ടേ? ഒന്നും ഉണ്ടാകില്ല വക്കീലെ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഓ, ഒരു നിമിഷം ഞാൻ എന്റെ രേഷ്മ വരെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു. ആ ബസ് നിന്ന് അതിൽ നിന്ന് ഇവര് തിരിച്ചിറങ്ങി വരുന്നത് കണ്ടപ്പോഴാ എന്റെ ശ്വാസം എനിക്ക് തിരിച്ചു കിട്ടിയേ. ഗംഗയും മഹിയും ചേർന്ന് ആ കുഞ്ഞുങ്ങളെ എല്ലാം രക്ഷിച്ചു. അവസാനം എന്തോ സംഭവിച്ച് മഹിക്ക് അപകടം ഉണ്ടായി. ഇത് ചെയ്തത് ആരായാലും അവനൊക്കെ പുഴുത്തേ ചാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.